ഇത് ഇനി പഠിപ്പിക്കുന്നത് സിലബസിലില്ല, നിങ്ങൾക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. സിലബസിൽ പറഞ്ഞിട്ടില്ല. ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ. പ്രൈമറി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് primary classification le varunathu plain survey and geodetic or trigonometric survey. Plain survey and second one geodetic or trigonometric survey. First case plain survey ennu paranja earth is assumed as plane and curvature of the earth is ignored. നമ്മൾ earthന്റെ curvature-നെ ignore ചെയ്തിട്ട് ചെയ്യുന്ന സർവേ ആണ് ഈ plane survey. Here the earth is assumed as plane and curvature of earth is ignored. Plane surveying as the extent of covered area on earth surface is small. അപ്പോൾ നമ്മൾ earth surface-ലെ cover ചെയ്യുന്ന ഏരിയയുടെ എക്സ്റ്റെന്റ് കുറവായിരിക്കും. Hence a line connecting any two points on the earth surface is considered as a straight line. Corresponding angles as plane angles and triangles formed as plane triangles. അതായത് earthന്റെ curvature എടുക്കാത്തത് കൊണ്ട് തന്നെ ലൈൻസ് എല്ലാം സ്ട്രെയിറ്റ്, രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസ് പ്ലെയിൻ ആംഗിൾസ് ആയിരിക്കും. പിന്നെ ട്രയാങ്കിൾസ് സർഫസിൽ ഫോം ചെയ്ത പ്ലെയിൻ ട്രയാങ്കിൾസ് ആയിരിക്കും. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, സിലബസിൽ പറയുന്നില്ല. സെക്കൻഡ് ടൈപ്പ് ജിയോഡെറ്റിക് ഓർ ട്രിഗണോമെട്രിക് സർവേയിങ്. അവിടെ എന്താണ്, എർത്തിന്റെ കർവേച്ചറും കൂടെ കൺസിഡർ ചെയ്തിട്ട് നടത്തുന്ന സർവേ ആണ് ജിയോഡെറ്റിക് ഓർ ട്രിഗണോമെട്രിക് സർവേ. സോ അതിന്റെ കേസിനകത്ത് ഡിഗ്രി ഓഫ് ആക്യുറസി കൂടുതലായിരിക്കും. ആംഗുലാർ ഒബ്സർവേഷൻസ് ആർ ഓൾസോ achieved and carried out by Department of National Survey of India. Next is based upon method employed. നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന ഏത് മെത്തേഡ് യൂസ് ചെയ്താണോ സർവേ ചെയ്യുന്നത് അതനുസരിച്ച് വരുന്നുണ്ട്. ട്രയാങ്കുലേഷനും ട്രാവേഴ്സിംഗ്. Triangulation traversing based on the method employed. So triangulation is the type of survey that uses the principles of trigonometry to determine position on the surface of earth. Trigonometry principle use ചെയ്ത് positions determine ചെയ്യുന്ന മെത്തേഡ് ആണ് triangulation method. ഇവിടെ three angles of a triangle and length of one side of the triangle are known. ഒരു ട്രയാങ്കിളിന് മൂന്ന് ആംഗിളും ഒരു സൈഡ് ലെങ്ത്തും അറിഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റ് രണ്ട് സൈഡും കണ്ടുപിടിക്കാം. So when a series of triangles with common sides are extended along a coastline or elsewhere, distance can be computed for each side of the triangle and carried forward through triangles from the first triangle to the last. അതായത് നമ്മൾ ഒരു ട്രയാങ്കിളിന് മൂന്ന് ആംഗിൾസും ഒരു സൈഡും അറിയാമെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രിഗണോമെട്രി യൂസ് ചെയ്ത് നമുക്ക് ബാക്കി രണ്ട് സൈഡ്സിന്റെ മെഷർമെന്റ് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ കോമൺ സൈഡ്സ് വരുന്ന ട്രയാങ്കിൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ട്രയാങ്കിളിൽ നിന്ന് മറ്റ് ലാസ്റ്റ് ട്രയാങ്കിൾ വരെ നമ്മൾ ട്രാവേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്റ്റൻസസ് എല്ലാം മെഷർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് ട്രാവേഴ്സിംഗ്. അതായത് നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന മെത്തേഡ് വെച്ചിട്ടുള്ള സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് ട്രാവേഴ്സിംഗ്. ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് സർവേ പോയിന്റ്സ് ലെയ്ഡ് ഔട്ട് ഇൻ അപ്രോക്സിമേറ്റ്ലി സ്ട്രെയിറ്റ് ലൈൻ. ഒരു അപ്രോക്സിമേറ്റ് സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ ഒരു സീരീസ് ഓഫ് സർവേ പോയിന്റ്സ് ലേ ചെയ്യും. അതാണ് ഈ ട്രാവേഴ്സ് എന്ന് പറയുന്നത്. ഈ ട്രാവേഴ്സ് എന്ന് പറയുന്നത് ഓപ്പൺ ട്രാവേഴ്സ് ആവാം, ക്ലോസ്ഡ് ട്രാവേഴ്സ് ആവാം. നമ്മൾ ഒരു സീരീസ് ഓഫ് പോയിന്റ്സ് ലേ ചെയ്യും. അത് ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും ട്രാവേഴ്സ്. അതിനെയാണ് ട്രാവേഴ്സ് എന്ന് പറയുന്നത്. ട്രാവേഴ്സ് ഒന്നെങ്കിൽ ഓപ്പൺ ട്രാവേഴ്സ് ആവാം അല്ലെങ്കിൽ ക്ലോസ്ഡ് ട്രാവേഴ്സ് ആവാം. സോ ട്രാവേഴ്സ് സ്റ്റാർട്ട്സ് ഫ്രം two known points to provide position and azimuth for the survey and ends on two known points to check the position and azimuth at the end of the survey. രണ്ട് നോൺ പോയിന്റ്സിൽ നിന്ന് ട്രാവേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് നോൺ പോയിന്റ്സ് തന്നെയാണ് ട്രാവേഴ്സ് എൻഡ് ചെയ്യുന്നത്.
നോൺ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് നോൺ പോയിന്റിൽ തന്നെ എൻഡ് ചെയ്യും. ആൻഡ് ആംഗിൾസ് അറ്റ് ഈച്ച് പോയിന്റ് ആർ മെഷർഡ് ആൻഡ് ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ അഡ്ജസന്റ് പോയിന്റ്സ് ആർ ഓൾസോ മെഷർഡ്. അത് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ട്രാവേഴ്സിംഗ് യൂസ് ചെയ്യുന്നത്. Now, next category of classification is based upon the nature of field. നമ്മൾ സർവേ ചെയ്യുന്ന ഫീൽഡിന്റെ നേച്ചർ അനുസരിച്ച് മൂന്നെണ്ണം ഉണ്ട്. ലാൻഡ് സർവേ, മറൈൻ സർവേ ആൻഡ് ആസ്ട്രോണോമിക്കൽ സർവേ. ലാൻഡ് സർവേ, marine survey, then astronomical survey. Land survey, marine survey, astronomical survey. Land survey എന്ന് പറഞ്ഞാൽ എന്താണ്? Land surveying is the art and science of establishing or re-establishing corners, lines, boundaries and monuments of real property based upon recorded documents, historical evidence and present standard of practice. അത് ലാൻഡിൽ നടത്തുന്ന സർവേ ആയിരിക്കും. Land surveying is the art and science of establishing or re-establishing corners, lines, boundaries and monuments of real property. അതായത് ലാൻഡിൽ ചെയ്യുന്നത്. Second one is marine survey. Marine survey or hydrographic survey deals with bodies of water for purpose of navigation, water supply, harbor works and for determination of mean sea level. മറൈൻ സർവേ എന്ന് പറയുന്നത് വാട്ടർ ബോഡീസിലൊക്കെ ചെയ്യുന്നതായിരിക്കും. മറൈൻ സർവേക്ക് വേറൊരു പേരുമുണ്ട്, ഹൈഡ്രോഗ്രാഫിക് സർവേ. വാട്ടർ ബോഡീസിനെയാണ് ഡീൽ ചെയ്യുന്നത്. അതിന്റെ പർപ്പസ് എന്താണ്? ഫോർ ദ പർപ്പസ് ഓഫ് നാവിഗേഷൻ, വാട്ടർ സപ്ലൈ, ഹാർബർ വർക്ക്സ് ഓർ ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് മീൻ സീ ലെവൽ. സോ ദ വർക്ക് consists in measurement of discharge of streams, making topographic survey of shores and banks, taking and locating soundings to determine the depth of water and observing fluctuations of the ocean tide. Just ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. Third one is astronomical survey. Astronomical survey എന്ന് പറഞ്ഞാൽ by means of determining absolute location of any point or absolute location direction of any line on the surface of Earth. This consists of observations to the heavenly bodies such as sun or any fixed star. Heavenly bodies ലോട്ടുള്ള observations ഒക്കെയാണ് ഈ astronomical surveyയിൽ വരുന്നത്. Means of determining absolute location of any point or absolute location and direction of any line on the Earth's surface. Heavenly bodies അതായത് sun or any fixed star ലോട്ടൊക്കെ ഉള്ള observations ഒക്കെയാണ് ഈ astronomical surveyയിൽ വരുന്നത്. Now, based on the object of survey, the object of സർവേ വെച്ചിട്ട് ക്ലാസിഫിക്കേഷൻ വരുന്നത് ജിയോളജിക്കൽ സർവേ, മൈൻ സർവേ, മിലിറ്ററി സർവേ ആൻഡ് ആർക്കിയോളജിക്കൽ സർവേ. ജിയോളജിക്കൽ സർവേ, മൈൻ സർവേ, military survey and archaeological survey. Archaeological survey. അതാണ് based on the object of survey. Geological survey എന്ന് പറഞ്ഞാൽ carried out to ascertain the composition of Earth's crust. Earth's crustന്റെ composition ഒക്കെ അറിയാൻ വേണ്ടി, that is different strata of rocks on the Earth's crust are called geological survey. Earth's crustum അതിന്റെ composition ഒക്കെ അറിയാൻ വേണ്ടിയുള്ള സർവേ ആണ് geological survey. So Earthന്റെ crustനെയൊക്കെ ആയിരിക്കും സർവേ ചെയ്യുന്നത്. അതാണ് അവിടുത്തെ object of survey. Mine survey എന്ന് പറഞ്ഞാൽ carried out for exploration of hidden mineral wealth beneath the surface or the ground. Beneath the surface ലോ ഗ്രൗണ്ടിലോ ഉള്ള ഹിഡൻ മിനറൽസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ക്യാരി ഔട്ട് ചെയ്യുന്ന സർവേ ആണ് മൈൻ സർവേ. ദാറ്റ് ഈസ് കോൾ, കോപ്പർ, ഗോൾഡ് മൈൻസ് എക്സെട്ര. അതായത് മൈൻസിൽ നടത്തുന്ന സർവേ, അതാണ് മൈൻ സർവേ. Third one is military survey. Military survey means surveys which are carried out for the preparation of maps of areas of strategic or military importance. Military importance വരുന്ന ഏരിയയൊക്കെ സർവേ ചെയ്ത് മാപ്പ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയുള്ള സർവേ ആണ് മിലിറ്ററി സർവേ. Then archaeological survey. Archaeological survey എന്ന് പറഞ്ഞാൽ surveys which are carried out to prepare maps of ancient culture.
ഏൻഷ്യൻ കൾച്ചർ, ആന്റിക്സ് ഒക്കെ അതിന്റെയൊക്കെ മാപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർവേ ആണ് ആർക്കിയോളജിക്കൽ സർവേയിങ്. Now last type of surveying is based on the instrument used. നമ്മൾ സർവേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസിഫിക്കേഷൻ. ദാറ്റ് ഇസ് ചെയിൻ സർവേയിൽ ചെയിൻ യൂസ് ചെയ്യും, കോമ്പസ് സർവേയിൽ കോമ്പസ് യൂസ് ചെയ്യും. Then പ്ലെയിൻ ടേബിളിംഗ്, അതായത് പ്ലെയിൻ ടേബിൾ യൂസ് ചെയ്തിട്ടുള്ള സർവേ. ദെൻ തിയോഡലൈറ്റ് സർവേ, തിയോഡലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള സർവേ ആണ് തിയോഡലൈറ്റ് സർവേ. ദെൻ സർവേയിങ് ബൈ ടോട്ടൽ സ്റ്റേഷൻ. ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത് സർവേ ചെയ്യുമ്പോഴാണ് total station survey. And the last one, photogrammetric and aerial survey. And aerial survey. So these are the various instruments used. അതിനെ ബേസ് ചെയ്ത് ഒരു ടൈപ്പ് സർവേയിങ് ഉണ്ട്. ചെയിൻസ് യൂസ് ചെയ്യുന്ന സർവേ ചെയ്യുമ്പോൾ ചെയിൻ സർവേ, കോമ്പസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കോമ്പസ് സർവേ, പ്ലെയിൻ ടേബിൾ യൂസ് ചെയ്ത പ്ലെയിൻ ടേബിളിംഗ്, തിയോഡലൈറ്റ് യൂസ് ചെയ്ത തിയോഡലൈറ്റ് സർവേ, സർവേയിങ് ബൈ ടോട്ടൽ സ്റ്റേഷൻ, ദെൻ ഫോട്ടോഗ്രാമെട്രിക് ആൻഡ് ഏരിയൽ സർവേ. ഇനി കുറച്ച് മോഡേൺ സർവേയിങ് ഇൻസ്ട്രുമെന്റ്സിന്റെ പേര് നോക്കാം. Modern surveying instruments. Modern electronics based surveying instruments, survey equipment such as tachyometer, digital level, electromagnetic distance measurement device are nowadays so widespread that any contemporary site surveying is adopted. Taping distance has been rendered obsolete for all baseline measurement. നമ്മൾ മുമ്പൊക്കെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ടേപ്പ് യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ടേപ്പ് ഒന്നും യൂസ് ചെയ്തല്ല ബേസ് ലൈൻ മെഷർമെന്റ്സ് ഒക്കെ നടത്തുന്നത്. റീസെന്റ് ആപ്ലിക്കേഷൻസ് ഓഫ് സർവേയിങ് ഇൻസ്ട്രുമെന്റ്സ് എനേബിൾ സർവേയേഴ്സ് ടു കളക്ട് ആൻഡ് പ്രോസസ് ഫീൽഡ് ഡേറ്റ മച്ച് മോർ ഈസിലി ആൻഡ് ടു എ ഹയർ പ്രിസിഷൻ ദാൻ ഇസ് പോസിബിൾ യൂസിങ് റുട്ടീൻ ഇൻസ്ട്രുമെന്റ്സ്. സാധാരണ യൂസ് ചെയ്യുന്ന റുട്ടീൻ ഇൻസ്ട്രുമെന്റ്സിനേക്കാളും പുതിയ മെത്തേഡ്സ്, പുതിയ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്താൽ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാനും അതോടൊപ്പം ഡേറ്റ പ്രോസസ് ഫീൽഡ് ഡേറ്റ കളക്ട് ചെയ്യാനും പ്രോസസ് ചെയ്യാനും കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും, പ്രിസിഷനും കൂടുതലായിരിക്കും. മോഡേൺ സർവേയിങ് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? ഡിജിറ്റൽ ലെവൽ, then electromagnetic distance measurement device, EDM, electromagnetic distance measurement device, then electronic tachyometer, then total station. ഇതെല്ലാം ലേറ്റസ്റ്റ് ഓർ മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇതൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഫീൽഡിൽ നിന്ന് ഓരോ ഡേറ്റ കളക്ട് ചെയ്യാൻ എളുപ്പമാണ്, അതിനെ പ്രോസസ് ചെയ്യാനും എളുപ്പമാണ്. പിന്നെ അതിനകത്ത് വരുന്ന പ്രൊസിഷൻ, മെത്തേഡിൽ വരുന്ന പ്രൊസിഷനും നമ്മളെ സാധാ യൂസ് ചെയ്യുന്നതിനേക്കാളും വളരെ കൂടുതലായിരിക്കും. പണ്ട് ചെയിനോ ടേപ്പോ, ചെയിനൊക്കെ ആയിരുന്നു ആദ്യം ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ചെയിൻ മാറി ടേപ്പ് യൂസ് ചെയ്യും. പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് ടേപ്പോ ചെയിനോ ഒക്കെ യൂസ് ചെയ്യുന്നത് ഒബ്സലീറ്റ് മെത്തേഡ്സ് ആയിട്ടാണ് കാണുന്നത്. പകരം മോഡേൺ സർവേയിങ് ഇൻസ്ട്രുമെന്റ്സോ എക്യുപ്മെന്റ്സോ യൂസ് ചെയ്തിട്ടായിരിക്കും ഡിസ്റ്റൻസ് പോലും മെഷർ ചെയ്ത് എടുക്കുന്നത്. ഇത് നമുക്ക് ഫീൽഡ് ഡേറ്റ അതിനകത്ത് സേവ് ചെയ്ത് വെക്കാം, അതിൽ തന്നെ പ്രോസസ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ വർക്ക് കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും, റിസൾട്ട്സ് കുറച്ചും കൂടെ പ്രിസൈസും ആയിരിക്കും. താങ്ക് യു.